നാലാമത്തെ കൺമണിയുടെ ചിത്രം പുറത്തുവിട്ട ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും. ഹിന്ദ് എന്ന പേര് നൽകിയ മകളുടെ ചിത്രം വെള്ളിയാഴ്ചയാണ് ഷെയ്ഖ് ഹംദാൻ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത്. ദുബായ് കിരീടാവകാശി പങ്കുവച്ച ചിത്രം വളരെ വേഗം തന്നെ വൈറലായിരിക്കുകയാണ്. ഷെയ്ഖ് ഹംദാന്റെ മാതാവ് ഷെയ്ഖ് ഹിന്ദ് ബിന്നത്ത് മക്തം ബിൻ ജുമാ അൽ മുക്തമിന്റെ ബഹുമാനാർത്ഥമാണ് മകൾക്ക് ഹിന്ദ് എന്ന പേര് നൽകിയിരിക്കുന്നത്. 2 ആൺകുട്ടികൾക്കും 2 പെൺകുട്ടികളുമാണ് ഷെയ്ഖ് ഹംദാന് നിലവിലുള്ളത്. 2021 അദ്ദേഹത്തിന് ഇരട്ട കുട്ടികൾ ജനിച്ചത്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആൺകുട്ടിയുടെ പേര് റാഷിദ് എന്നും പെൺകുട്ടിയുടെ പേര് ഷൈഖ് എന്നുമാണ് ഇട്ടിരുന്നത്. എന്തായാലും അദ്ദേഹം പുറത്തുവിട്ട ഈ 4ാമത്തെ കുട്ടിയുടെ ചിത്രം ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഹിന്ദ് എന്ന പേര് സ്വീകരിക്കാൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഹിന്ദി എന്ന ഭാഷ ഇഷ്ടപ്പെട്ടതിനാലാണോ ഹിന്ദ് എന്ന പേരിട്ടത് എന്ന് പലരും ചോദിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഹിന്ദ് എന്നാണ്. ആ ഒരു ബഹുമാന സൂചകമായാണ് ആ പേര് ഇട്ടത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാതാവിന്റെ പേര് ഷെയ്ഖ് ഹംദാന്റെ മാതാവിന്റെ പേര് ഷെയ്ഖ് ഹിന്ദ് ബിന്നത്ത് മക്തും ബിൻ ജുമാ അൽ മക്തും എന്നായിരുന്നു പേര്. ആ മാതാവിന്റെ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ബഹുമാനാർത്ഥമായിട്ടാണ് ഈ പേരിട്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹം വളരെ സന്തോഷവാനായിട്ടാണ് തിരിച്ച് മടങ്ങിപ്പോയത്. കൈ നിറയെ സമ്മാനങ്ങളുമായാണ് ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ദ്വിദിന ഇന്ത്യൻ സന്ദർശനം കഴിഞ്ഞ് UAE മടങ്ങിയ UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ദുബായ് കിരീടാവകാശി മക്തും ഹിന്ദിയിൽ നന്ദി കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ജനങ്ങൾക്കും ഹൃദയംഗമായ നന്ദി എന്നാണ് അദ്ദേഹം ഹിന്ദിയിൽ കുറിച്ചത്. ഹിന്ദി കൂടാതെ അറബിക്, ഇംഗ്ലീഷ് ഭാഷകളിലും തനിക്ക് ലഭിച്ച ഊഷ്മളവും ഗംഭീരവുമായ സ്വീകരണത്തിനും അദ്ദേഹം നന്ദി പറയുകയാണ്. എന്റെ ഇന്ത്യ സന്ദർശനം അവസാനിപ്പിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ സർക്കാരിനും ജനങ്ങൾക്കും അവരുടെ ഊഷ്മളമായ സ്വാഗതത്തിനും ഉദാരമായ ആതിഥ്യ മര്യാദയ്ക്കും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഹിന്ദി കുറിപ്പ് പൂർണ്ണമായി നോക്കുകയാണെങ്കിൽ UAEയും ഇന്ത്യയും തമ്മിലുള്ള നാഗരിക ബന്ധങ്ങൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. നമ്മുടെ പൊതുവായ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ജനങ്ങളുടെ പരസ്പര താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന പങ്കാളിത്തത്തിന്റെയും സൗഹൃദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഇന്ന് നമുക്ക് ഒരു ശോഭനമായ ഭാവി പ്രതീക്ഷിക്കാം. അബുദാബി മുതൽ ന്യൂഡൽഹി വരെയും ദുബായ് മുതൽ മുംബൈ വരെയും പങ്കുവച്ച അഭിലാഷത്തിന്റെയും ധീരമായ കാഴ്ചപ്പാടിന്റെ നേതൃത്വത്തിൽ അതിരുകൾക്കപ്പുറമുള്ള ആഗോള പങ്കാളിത്തത്തിന്റെ ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ശാശ്വതമായ പാലങ്ങൾ ഞങ്ങൾ നിർമ്മിക്കുകയാണ് എന്നാണ് അദ്ദേഹം കുറിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുംബൈയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, വൈസ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ എന്നിവരെയാണ് ഷെയ്ഖ് ഹംദാൻ കണ്ടത്. കൂടിക്കാഴ്ചയിൽ ICC ചെയർമാൻ ജയ്ഷായും സന്നിധനായിരുന്നു. കറുത്ത സ്യൂട്ട് ധരിച്ചായിരുന്നു ഷെയ്ഖ് ഹംദാൻ എത്തിയിരുന്നത്. മുംബൈയിൽ വെച്ച് നടന്ന ദുബായ് ഇന്ത്യ ബിസിനസ് ഫോറത്തിനിടെയായിരുന്നു ക്രിക്കറ്റ് താരങ്ങളുമായുള്ള കൂടിക്കാഴ്ച. ദുബായ് 11 എന്നെഴുതിയ ഇന്ത്യൻ ടീം ജേഴ്സി ഷെയ്ഖ് ഹംദാൻ രോഹിത് ശർമ്മ സമ്മാനമായി നൽകുകയും ചെയ്തു. ക്രിക്കറ്റ് താരങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയെ അവിസ്മരണീയം എന്നാണ് അദ്ദേഹം വിവരിച്ചത്. അദ്ദേഹം ഈ ചിത്രവും ഒക്കെ തന്നെ പങ്കുവച്ചിരുന്നു. ഏപ്രിൽ 8 ഷെയ്ഖ് ഹംദാൻ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായും ഷെയ്ഖ് ഹംദാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയും UAEയും തമ്മിലുള്ള തന്ത്രപരമായ മേഖലകളിലെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. വ്യാപാര, നിക്ഷേപം, അതുപോലെ തന്നെ പ്രതിരോധം, ഊർജ്ജം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിലുള്ള സഹകരണവും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും ചർച്ചയിൽ വിഷയമായി മാറിയിരുന്നു.